ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത് എന്റെ അച്ഛൻ. പോട്ടെ ശരി. ഈ ടിക്കറ്റ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചോളാം, സൂക്ഷിച്ചു വെച്ചേക്കാൻ പറയും. മോൻ വലിയ മനസ്സിന്റെ വീട് നേടി പിടിച്ച് കൊണ്ടുവന്നിരിക്കും. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല മോനെ. ഇത് 1.5 കോടി. വെള്ളം മാത്രം എല്ലാ പ്രശ്നങ്ങളും തീരുമാനം. വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുമളി ലോട്ടറി വ്യാപാരി മാണിക്യത്തിന് എല്ലാവരിലും ഇതുപോലെ മാണിക്യം നിങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആഴ്ചയായി നമുക്കുള്ളിലെ മാണിക്യത്തെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. വരും. നമസ്കാരം സാർ. കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഈവനായ ഒരാളെ ഒരു മനുഷ്യനെ എന്റെ നാട്ടിൽ ജീവിക്കുന്നത് നമുക്ക് സന്തോഷം. നിങ്ങൾ നേരിട്ട് കണ്ട് ഒന്ന് അഭിനന്ദിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. കുഴപ്പമില്ല സാർ, പറഞ്ഞോളൂ. അതൊന്നുമില്ല മാണിക്യം. കഴിഞ്ഞ നിങ്ങളുടെ വൈഫിന് ഗവൺമെന്റ് ജോലി ശരിയാക്കി ജിയോ ഇതാ ഇരിക്കുന്ന നിങ്ങളുടെ 2 കുട്ടികളുടെ ഇനിയുള്ള വിദ്യാഭ്യാസ കളക്ടർ തന്നെ ഏറ്റെടുത്ത ഓപ്പറേഷനും ട്രീറ്റ്മെന്റും മറ്റ് മെഡിക്കൽ എക്സ്പെൻസുകളുടെ പാർട്ടി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. മിസ്റ്റർ മാണിന്റെ ബാല്യകാല സുഹൃത്ത്. ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ബിൽഡർ വെച്ച് നൽകിയ അദ്ദേഹം സ്വന്തം നാട്ടിൽ ഇതുപോലെ വീട് വെച്ച് നൽകണം. ആദ്യത്തെ വീട് നിങ്ങൾക്ക് തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്നും എനിക്ക് വേണ്ട സാർ. മാണിക്യം രസിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് എല്ലാവരായി ജീവിച്ചാൽ ഈ ലോകത്ത് ഇങ്ങനെ നിങ്ങളിലൂടെ 4 പേർ അറിയട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ സ്വീകരിക്കുക വേണ്ടത്. എനിക്ക് പ്രസ്സുകാരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒക്കെ നിങ്ങളെ കാണുമ്പോൾ വളരെയധികം സന്തോഷം. ഞാനിപ്പോ എന്ത് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഇത് മാണിക്യം എന്ന സാധാരണക്കാരന്റെ കഥയല്ല. ഞാൻ എന്റെ ജോലിയാ ചെയ്ത് സത്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ഉള്ളവർക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന കണ്ണീരാണ്. അത് തനിയെ വരുന്നതല്ലേ. അതെന്തിനാ ഇങ്ങനെ ആഘോഷിക്കുന്നത്? മനുഷ്യരെ ഒതുക്കുന്നു, ഇമ്പത്തെ വാഴ്ത്തുന്നു. മൊത്തത്തിലെല്ലാം ഇന്ന് കച്ചവടമായി മാറി. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് പണമോ സ്വത്തോ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് ആകെ കൊടുക്കുന്നത് ഇത് മാത്രം. എല്ലാവർക്കും നല്ലത് വരട്ടെ.